ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ്? സ്തോത്രം. അത് ഏതെങ്കിലും ഭരണകർത്താക്കളാണോ? ഏതെങ്കിലും അതിസമ്പന്നരാരെങ്കിലുമാണോ? ഏതെങ്കിലും പ്രസിഡന്റ്മാരോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സോ ആണോ? ഏതെങ്കിലും രാജാക്കന്മാരാണോ? എന്നാൽ ഇവരാരുമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സങ്കീർത്തനം 32-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവം പറയുന്നത് ഇങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്നാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്നവനുമാണ് ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ അത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണത് ക്ഷമിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ലോർഡ്. അതിനാധാരമായി സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതായത് സങ്കീർത്തനം 103-ാം അധ്യായത്തിൻ്റെ 11-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന് തൻ്റെ ഭക്തന്മാരോട് അവൻ്റെ ദയ വലുതായിരിക്കുന്നു. സ്തോത്രം. ഉദയമസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അവന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സ്തോത്രം. ഇവിടെ പോലെ എന്ന 3 ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. സ്തോത്രം. ഒന്ന്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരുമേൽ ദയ വലുതാക്കിയിരിക്കുന്നത്. സ്തോത്രം. ആകാശം എത്രമാത്രമാണ് ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് അതാർക്കും പറയുവാൻ കഴിയുകയില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതുപോലെയാണ് ദൈവത്തിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോടുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോലെ എന്നുള്ള ആ ഉപമയിൽ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഉദയം എത്രമാത്രമാണ് അസ്തമനത്തോട് അകന്നിരിക്കുന്നത്. ആട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ഉദയത്തെയും അസ്തമയത്തെയും ഒരേ പോയിന്റിലേക്ക് ആർക്കെങ്കിലും കൊണ്ടുവരുവാൻ കഴിയുമോ? സ്തോത്രം. ഉദയം അങ്ങ് കിഴക്കാണെങ്കിൽ അസ്തമയങ്ങ് പടിഞ്ഞാറാണ്. പ്രൈസ് ലോർഡ്. അതുപോലെ അകലത്തിലാണ് നമ്മളുടെ അകൃത്യങ്ങളെയും ലംഘനങ്ങളെയും ദൈവം അകറ്റിയിരിക്കുന്നത്. എത്ര ആശ്വാസകരമായ സമാധാനകരമായിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. പ്രൈസ് ലോർഡ്. മൂന്നാമത്തെ വാചകം നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും എന്നെ കണ്ണീരണിയിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ കേൾക്കുന്ന പലരും അപ്പന്മാരും അമ്മമാരുമാണെന്ന് എനിക്കറിയാം. പ്രൈസ് ലോർഡ്. അവർക്ക് എങ്ങനെയാണ് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത്? ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ സ്നേഹമെന്ന് നമുക്കറിയാം. അവരോടുള്ള ആദരവും ഹല്ലേലൂയ സ്തോത്രം ആർദ്രതയും സ്നേഹവും ത്യാഗവും ഒക്കെയും ആ വിധത്തിലാണ്. അതുപോലെയാണ് ഹല്ലേലൂയ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, ഹല്ലേലൂയ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളോട് കരുണ തോന്നുന്നത് ആ വിധത്തിലാണെന്ന്. ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്നാൽ ഏത് വിധത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അതിനാധാരമായി യെശയ്യാവ് ഹല്ലേലൂയ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെയും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെയും 2 ഉപമകൾ പോലെ നമ്മൾ വായിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പ്. ഹല്ലേലൂയ. അതെങ്ങനെയാകും? കടും ചുവപ്പിനെ എങ്ങനെയാക്കാകുന്നത്? ഹിമം പോലെ വെളുപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത വാചകത്തിൽ കാണുന്നു, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും എങ്ങനെയായി തീരും?
അത് പഞ്ഞി പോലെ ഹല്ലേലൂയ ആയിത്തീരും. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹല്ലേലൂയ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ 43-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഹല്ലേലൂയ മറ്റൊരു വാഗ്ദത്തം നമ്മൾ കാണുന്നു. സ്തോത്രം, മാറ്റമില്ലാത്ത വചനം. ഹല്ലേലൂയ 43-ന്റെ 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു, എൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ നിമിത്തം, അതായത് യഹോവയായ ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ നാമം നിമിത്തം തന്നെ ഹല്ലേലൂയ സ്തോത്രം, നിൻ്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. ഇവിടെ ഒന്ന് മായിച്ചു കളയുന്നു, രണ്ട് ഓർക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ, അവൻ എങ്ങനെയാണ് മായ്ക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ എങ്ങനെയാണ് അവൻ മായിച്ചു കളയുന്നത്, എങ്ങനെയാണ് അവൻ ഓർക്കാതിരിക്കുന്നത് എന്ന് ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിലെ ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണല്ലോ നമ്മുടെ ദൈവം. ആ സർവശക്തിയിൽ ദൈവത്തിന് ഹല്ലേലൂയ മറക്കുവാനുമുള്ള കഴിവുണ്ട്, മറക്കുവാനുള്ള സർവശക്തിയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ അവൻ മറന്നാൽ അത് മറന്നു തന്നെയാണ്. ഹല്ലേലൂയ. when he forgets fully, totally. പ്രൈസ് ദി ലോർഡ്. അവൻ എങ്ങനെയാണ് മായ്ച്ചു കളയുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും പറയുന്നു. ഹല്ലേലൂയ. അതിനാധാരമായി യെശയ്യാ 44:22 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ പ്രകമ്പനം കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ഹൃദയം പിടഞ്ഞ് വികസിക്കുന്നതായിട്ടുള്ള ചില വാക്കുകൾ നമുക്കവിടെ ശ്രദ്ധിക്കുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ നോക്കുക, 44:22 വാക്യത്തിൽ നാം വായിക്കുന്നത്: ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര ആശ്വാസകരമായ, സമാധാനപരമായ, ദിവ്യ സന്തോഷം തരുന്നതായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അത് എങ്ങനെയാണ് മായ്ച്ചു കളയുന്നത്? കാർമുകിലിനെ പോലെ, പ്രൈസ് ദി ലോർഡ്, മേഘത്തെ പോലെ. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കാർമുകിലോ മേഘമോ രൂപപ്പെടുമ്പോൾ അത് അതിനേരം നിൽക്കുകയില്ല. ഹല്ലേലൂയ. അതിൻ്റെ ഷേപ്പ് എല്ലാം മാറി അത് മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് പ്രകൃതിയിൽ കൂടെ കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ പാപങ്ങളെയും നമ്മുടെ ലംഘനങ്ങളെയും ഹല്ലേലൂയ അവൻ മായിച്ചു കളയും. എങ്ങനെ? കാർമുകിലിനെ പോലെ. നമ്മൾ കാണുന്ന കാർമുകിൽ മാഞ്ഞു പോകുന്ന പോലെ, ഹല്ലേലൂയ മേഘം മാഞ്ഞു പോകുന്നത് പോലെ അവൻ ദൈവം, സർവശക്തനായ ദൈവം, കരുണാമയനായ ദൈവം നമ്മളുടെ പാപങ്ങളെ മായിച്ചു കളയുന്നു എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു. സ്തോത്രം. എന്നിട്ട് പറയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പുകാരനായ ദൈവം യേശു കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, എന്നിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ ഓൾറെഡി വീണ്ടെടുത്തിരിക്കുന്നു. നിന്റെ പാപങ്ങളെയും ലംഘനങ്ങളെയും ഞാൻ കാർമുകിലിനെ പോലെയും മേഘത്തെ പോലെയും മായിച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. സ്തോത്രം. അവിടെയും നമ്മൾ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ പരമോന്നതമായ സ്നേഹവും കരുണയും കൃപയും അവൻ്റെ വിശ്വസ്തയുമാണ്. സ്തോത്രം. അതിനാധാരമായി ഹല്ലേലൂയ സ്തോത്രം 7-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവൻ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെ ഒക്കെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവ പൈതലേ, ഒന്ന് ആലോചിച്ചേ, ഒന്ന് പിക്ചറൈസ് ചെയ്തേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. സമുദ്രത്തിൻ്റെ ആഴത്തിൽ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഹല്ലേലൂയ എത്രമാത്രം ആഴമുള്ളതെന്ന് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം സയൻസ് ഒക്കെയും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ സ്തോത്രം അതുപോലെ ആഴത്തിൽ, സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ആരാണ് ചവിട്ടിക്കളയുന്നത്? ഹല്ലേലൂയ സ്തോത്രം സർവശക്തനായ ദൈവം.
നമ്മളുടെ പാപങ്ങളെ ചവിട്ടി ഹല്ലേലൂയ സമുദ്രത്തിൻ്റെ ആഴിത്തട്ടിലേക്ക് ഇട്ടുകളയും. ഒരു തിരികല്ല് കെട്ടി ഹല്ലേലൂയ ആഴത്തിൽ താഴ്ത്തുന്നത് പോലെ ഹല്ലേലൂയ അതെന്നും നീക്കുമാ ആഴത്തിൽ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് അത് കടന്നു പോകും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പിന്നെ നാം എന്താണ് കാണുന്നത്? അത് പോകുമ്പോൾ ഹല്ലേലൂയ ചില ബബിൾസ് മുകളിൽ ഇങ്ങനെ കണ്ടെന്നിരിക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ അതും മാഞ്ഞു പോകും. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവഭക്തൻ പറയുന്നത്, when God buries, no more fishing. ഹല്ലേലൂയ. ദൈവം അടക്കിയതിനെ ആർക്കും എഴുന്നേൽപ്പിക്കുവാൻ കഴിയുകയില്ല. ആ വിധത്തിലാണ് ദൈവം നമ്മുടെ പാപങ്ങളെയും ലംഘനങ്ങളെയും അകൃത്യങ്ങളെയും നമ്മളോട് ക്ഷമിക്കുന്നത്. സ്വർഗ്ഗസ്ഥ പിതാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ ഹല്ലേലൂയ പഴയ നിയമത്തിലാണ് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഞാൻ വായിച്ചത്. എന്നാൽ ഹല്ലേലൂയ പുതിയ നിയമം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഹല്ലേലൂയ അതിന് ആധാരമായി സ്തോത്രം കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം 14-15 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 15-ാം വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വേപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ നോക്കുക. ഹല്ലേലൂയ സ്തോത്രം. 14-ാം സ്തോത്രം വചനത്തിൽ നമ്മൾ കാണുന്നത് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ഹല്ലേലൂയ സ്തോത്രം ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 3 പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കൈയെഴുത്തിനെ ഹല്ലേലൂയ സ്തോത്രം മായിക്കുന്നു. കൈയെഴുത്തിനെ ഹല്ലേലൂയ ക്രൂശിൽ തറയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. 3-ാം നടുവിൽ നിന്ന് നീക്കിക്കളയുന്നു. എന്താണ് ഈ കൈയെഴുത്ത്? ഹല്ലേലൂയ ദൈവവൈതലേ, ഞാനും നീയും ഹല്ലേലൂയ സ്തോത്രം ചെയ്തു പോയ പാപങ്ങളുടെ ലിസ്റ്റാണത്. ഹല്ലേലൂയ ആ ലിസ്റ്റ് ഹല്ലേലൂയ യേശു കർത്താവ് തൻ്റെ കാൽവറി യാഗത്താൽ കാൽവറി മരണത്താൽ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആ പാപത്തിൻ്റെ ലിസ്റ്റിനെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സകല പാപങ്ങളെയും അവൻ ഹല്ലേലൂയ ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ച് നമ്മുടെ പകരക്കാരനായി തീർന്ന് അവൻ്റെ രക്തത്താൽ അവൻ്റെ യാഗ മരണത്താൽ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ അവൻ ഹല്ലേലൂയ മായിച്ച് ഹല്ലേലൂയ ക്രൂശിൽ തറഞ്ഞ് അതിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് നാം കാണുന്നു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. ആര്? ഹല്ലേലൂയ യേശു കർത്താവ് പിശാചായ സാത്താനി അവൻ്റെ സർവ്വ കൂട്ടരെയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അവനെ പരാജയപ്പെടുത്തി അവൻ്റെ തലയെ തകർത്ത് ഹല്ലേലൂയ സ്തോത്രം അവനെ നിരായുധനാക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അവരെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. ആക്ച്വലി ഹല്ലേലൂയ സ്തോത്രം പിശാചായ സാത്താൻ്റെ കയ്യിൽ അവനിപ്പോൾ ഡിസാംഡ് ആണ്. ഹല്ലേലൂയ അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെച്ച് കീഴ്പ്പെടുത്തി. അവൻ്റെ എല്ലാ ആയുധവർഗങ്ങളും വെച്ച് കീഴ്പ്പെടുത്തിയാണ് അവനെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പുതിയ നിയമത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം എത്ര വലിയ ഒരു ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നു. അതിനാധാരമായി 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-9 വാക്യം ഞാനിവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ സ്തോത്രം 1-ാം അധ്യായത്തിൻ്റെ 7-9 വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ ഹല്ലേലൂയ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്
സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. എത്ര വലിയ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവവൈതലേ. ഹല്ലേലൂയ. അവിടെ പറയാണ് ഹല്ലേലൂയ, സ്വത്ത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമാണ്. പാപമില്ലാത്തവൻ ഹല്ലേലൂയ, പാപം ചെയ്തിട്ടില്ലാത്തവനായ യേശുവിൻ്റെ പാപരഹിതമായ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകൻ നമുക്ക് വേണ്ടി അവനെ പാപമാക്കി തീർത്ത ദൈവസ്നേഹം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ത് സംഭവിക്കും? അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രാപിച്ച് ഹല്ലേലൂയ, കർത്താവിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിശുദ്ധ ജീവിതം നയിച്ച് പ്രസാദകരമായ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ച് ഹല്ലേലൂയ, കാൽവറി ക്രൂശിൻ്റെ ദർശനത്തിൽ ഹല്ലേലൂയ, നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രത്യാശയിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കർത്താവിനോടുകൂടി യുഗാന്തരങ്ങൾ വാഴുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അതിനായി ഹല്ലേലൂയ, ദൈവത്തോടും മനുഷ്യനോടും ഹല്ലേലൂയ, ശുദ്ധമായ മനസ്സാക്ഷി സൂക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിനായി നമുക്ക് ജീവിക്കാം. അവൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.